ഹലോ ഹായ് എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചക്കൊക്കെ പെട്ടെന്നൊരു അച്ചാറുണ്ടാക്കാൻ പോവാണ്. തക്കാളി വെച്ചിട്ട് കേട്ടോ. ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വാങ്ങിച്ച പുതിയ കത്തിയാണ് കേട്ടോ. അപ്പോൾ തക്കാളി അരിയാനായിട്ട് എടുത്തത് കട്ടിംഗ് ബോർഡ് വെച്ച് മുറിച്ചാലൊക്കെ മതി. അപ്പോൾ ഞാൻ വേഗം ഉണ്ടാക്കണമല്ലോ, അപ്പോൾ ഞാൻ കട്ടിംഗ് ബോർഡൊന്നും എടുത്തില്ല. അപ്പോൾ കയ്യിൽ വെച്ചിട്ടാണ് മുറിക്കുന്നത്. നല്ല മൂർച്ചയുണ്ട് കേട്ടോ കത്തിക്ക്. അപ്പോൾ 2 പച്ചമുളക് കിട്ടും. അത് നന്നായി ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കണം. കയ്യിൽ വെച്ച് മുറിക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. കത്തിയെടുത്താൽ എപ്പോഴും കൈ മുറിയുന്ന കാരണം. അപ്പോൾ ഈ അച്ചാറായിട്ട് വേണം കേട്ടോ ചോറ് തിന്നാനായിട്ട്. പിന്നെ ഉച്ചക്ക് 1 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വെച്ചിട്ട് എടുത്താൽ അച്ചാറൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. കുറച്ച് എരിവും കടുകും വറ്റൽമുളകും പൊട്ടിച്ചതിന് ശേഷം പച്ചമുളകും കറിവേപ്പിൻ്റെ ഇട്ടൊന്ന് ആക്കി വെക്കണം. അപ്പോൾ ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ നല്ലത്. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആട്ടിയത് കാരണം അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 1.5 ടീസ്പൂണ് ഇടുന്നുണ്ട് കേട്ടോ. എരിവ് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ മസാലകളൊക്കെ ഒന്ന് എണ്ണക്കിടന്നൊന്ന് മൂത്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് തക്കാളി ആണെങ്കിൽ നല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നല്ലൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപ്പിട്ട് കൊടുക്കാൻ മറന്നിരുന്നു. അപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു ഇത്തിരി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ അച്ചാറിന് പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് കുറച്ച് സുർക്കയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊന്ന് തിളപ്പിക്കണം കേട്ടോ. ആ സുർക്കയിൽ കിടന്നിട്ട് തക്കാളി ഒന്ന് വെന്ത് കിട്ടണം. അപ്പോഴുള്ളൂ അതിൻ്റെ അച്ചാറിൻ്റെ പരിവായി കിട്ടുക കേട്ടോ. അപ്പോൾ കാണാനൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കൂട്ടിയും കൂടി നോക്കട്ടെ. അപ്പോൾ അച്ചാറിന് നല്ല എരിവുണ്ട് കേട്ടോ. മുളക് ഇന്ന് പൊടിച്ച മുളകാണ്. അപ്പോൾ എരിവ് എങ്ങനെ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ നല്ല എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അച്ചാറും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടോ. വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റോ കാര്യങ്ങളോ ആരെങ്കിലുമൊക്കെ ആയിട്ട് വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അച്ചാറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കാം. ഒരു തക്കാളി 2 പച്ചമുളക് ഉണ്ടായാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.